ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേശക്കളംപാട്ട് ഏപ്രിൽ 30-ന് തുടക്കമാവും. പാലപ്പുറം SRK നഗറിലുള്ള ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ 12 വർഷത്തിലൊരിക്കൽ നടത്തുന്ന ദേശക്കളംപാട്ടിന് ഏപ്രിൽ മാസം 30-ന് തുടക്കമാകും. ചിനക്കത്തൂർ തട്ടകത്തിലെ പാലപ്പുറം, പല്ലാർമംഗലം, മീറ്റിന, എറക്കോട്ടിരി എന്നീ ദേശങ്ങൾ ചേർന്ന് 4 ദിവസം നീളുന്ന ദേശക്കളംപാട്ടാണ് നടത്തുന്നത്. ദേശക്കളംപാട്ടിൻ്റെ മുന്നോടിയായി മാർച്ച് 29-ന് കൂടിപ്പാർക്കൽ ചടങ്ങും 31-ന് പാലയ്ക്ക് അരിയറിയൽ ചടങ്ങും നടന്നു. ഏപ്രിൽ 30-ന് ഉച്ച കഴിഞ്ഞ് 3-ന് 4 ദേശങ്ങളും ചേർന്ന് ദേശക്കളംപാട്ടിന് നേതൃത്വം നൽകുന്ന മീറ്റിന ദേശത്തെ മുല്ലയ്ക്കൽ ചോപ്പന്മാരെ ദേശക്കളംപാട്ട് പന്തലിലേക്ക് ആനയിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകുക. വാദ്യാഘോഷങ്ങളുടെയും ചിനക്കത്തൂർക്കാവ്, നീലിക്കാവ്, ശ്രീകുറുമ്പക്കാവ് കോമരങ്ങളുടെയും താലപ്പൊലിയുടെ അകമ്പടിയോടുകൂടിയാണ് സ്വീകരണം നൽകുന്നത്. തുടർന്ന് മീറ്റിന മുല്ലയ്ക്കൽ തറവാട്ടിലെ രാഘവൻ ചോപ്പനാണ് ദേശക്കളംപാട്ടിന് നേതൃത്വം നൽകുക. മെയ് 1-ന് രാവിലെ കളം പൂജയോടുകൂടി പാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. മെയ് 2-ന് രാവിലെ ഉദയാസ്തമന പാട്ട്, രാത്രി 9 മണിക്ക് മധുകുംഭം അനുഗമിക്കുന്നതിന് വേണ്ടി ദേശക്കാരും ചോപ്പന്മാരും കൂടി പല്ലാർമംഗലം കൊടുങ്ങിയിൽ തറവാട്ടിലേക്ക് പുറപ്പെടും. രാത്രി 11 മണിക്ക് മധുകുംഭം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി നൃത്തച്ചുവടുമായി ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. തുടർന്ന് പൂജാതി കർമ്മങ്ങളും പാട്ടും ആരംഭിക്കും. ദേശക്കളംപാട്ടിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചടങ്ങ് തെണ്ടുനീക്കൽ നടക്കുന്നത് മെയ് 3-നാണ്. കാതൽ ചെമ്പിൽ ഗുരുതി കലക്കി സ്തോത്രം ചൊല്ലി ഗുരുതി നുകരാൻ ഭൂതപ്രേത പിശാചുകളെ ക്ഷണിക്കുന്നതാണ് പ്രത്യേക ചടങ്ങ്. ചോര നിറമാർന്ന ഗുരുതി കുടിച്ച് തൃപ്തരാകുന്ന ദുഷ്ടദേവതകളെയാണ് തെണ്ടിലേക്ക് ആവാഹിക്കുന്നത്. ഈ ആചാരങ്ങൾക്ക് ശേഷം ഭയജന്യമായ തെണ്ടുനീക്ക് അവസാനിപ്പിക്കുക ഭാരതപ്പുഴയിലാണ്. പുഴയിൽ തെണ്ട് സ്ഥാപിച്ച് ശ്രീകുറുമ്പ കോമരത്തിൻ്റെ നേതൃത്വത്തിൽ കാരണവയരായ ചോപ്പൻ വെളിച്ചപ്പാടും നീലിക്കാവ്, ചിനക്കത്തൂർക്കാവ് എന്നീ ക്ഷേത്രങ്ങളിലെ കോമരങ്ങളും കൂടി തെണ്ടുവാളുകൾ വെട്ടിമുറിച്ചു കൊടുക്കുന്ന ചടങ്ങും കൂടി നടക്കുന്നതോടെ ദേശക്കളംപാട്ട് പൂർണ്ണമാകും. ദേശക്കളംപാട്ടിൻ്റെ വിശദാംശങ്ങൾ കമ്മിറ്റി സെക്രട്ടറി പുത്തൻവീട്ടിൽ ശശിധരൻ വിശദീകരിക്കുന്നു. 4 ദേശക്കാരുടെ ഇതിലുള്ള കളംപാട്ട് ആരംഭിക്കുന്നു. 2-ാം തീയതി രാവിലെ 6 മണിക്ക് ഉദയാസ്തമന പൂജ നടത്തുന്നു. അത് കഴിഞ്ഞ് കളംപാട്ട് പരിപാടികൾ ആരംഭിക്കുന്നു. വൈകുന്നേരം 6 മണിക്ക് തായമ്പക, നാദസ്വരം, എല്ലാ പരിപാടികളും നമ്മളെല്ലാം ഈ 4 ദിവസം നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. 6 മണിക്ക് പൂജ നടക്കുന്നു. 9 മണിക്ക് മധുകുംഭം ആനയിക്കുന്നതിന് വേണ്ടി പല്ലാർമംഗലം കൊടുങ്ങയിൽ വീട്ടിലേക്ക് വാദ്യ ആഘോഷങ്ങളോടുകൂടി നമ്മൾ വെളിച്ചപ്പാട്ടിൻ്റെ കോമരത്തിൻ്റെ വാദ്യാഘോഷങ്ങളോടുകൂടി കൊടുങ്ങയിൽ തറവാട്ടിലേക്ക് പോകുന്നു. അവിടെ മധുകുംഭം പൂജ കഴിഞ്ഞ് 11 നൃത്തത്തോടുകൂടി 11 മണിക്ക് വാദ്യാഘോഷത്തിൻ്റെയും കോമരങ്ങളുടെയും നൃത്തത്തോട് ചൂടോടുകൂടി കാവിലിക്കാനായി ഇവിടെ വന്ന് നൃത്തം മധുകുംഭം വീറ്റിയ കന്യകമാർ നൃത്തം ചെയ്യുന്നു. അതിനുശേഷം കളംപാട്ടാരംഭിക്കും.